അമ്മ എനിക്ക് ഈ പഠിക്കാനൊന്നും ഒരു താല്പര്യമില്ല. ഈ പഠിക്കും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ നടക്കുക, അതൊക്കെ വലുതെന്നാണ് എൻ്റെ വിചാരം കുട്ടിയിൽ. അപ്പം അമ്മ അങ്ങനെ പറയും, ഇങ്ങനെ പഠിക്കാണ്ടിരുന്നോളൂ. എനിക്കൊക്കെ പഠിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര മോഹിച്ചിട്ടുണ്ടെന്നറിയോ. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കും വയസ്സറിയിച്ചപ്പോൾ പിന്നെ അവരൊന്നും മുത്തശ്ശമ്മയും ഒന്നും കാരണന്മാരൊക്കെ വാതിൽ പുറത്തേക്ക് പോയാലോ വെച്ചിട്ട് വാതിൽ അടച്ചിട്ട് ഇരുത്തിയിട്ടുണ്ട് മുത്തശ്ശിയുടെ കാലത്ത്. ആ അപ്പം അന്ന് ഞാനിങ്ങനെ എനിക്ക് എന്തും മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുത്തശ്ശമ്മമാരൊക്കെ അങ്ങനെ പാടും, ജാനുവും പങ്കജവും സിന്ദൂരസാരിയോട് താമോദത്തോടെ പാഠശാല പോകുമ്പോൾ ഞാനൊരു നമ്പൂതിരി കന്യയായി ജനിക്കയാൽ നാലിറയത്തു ചുറ്റി നടന്നിടുന്നു അങ്ങനെ പറയും. അപ്പോഴൊന്നും ഒരു വിലയില്ലാന്ന് ഞങ്ങൾക്ക്. അപ്പൊ എന്താ നല്ല സുഖല്ലേ, ഇപ്പൊ കൊണ്ടല്ലോ എന്നൊക്കെ അന്നത്തെ ചിന്ത. അപ്പൊ അന്ന് മുത്തശ്ശിമ എങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയിരുന്നു? മുത്തശ്ശിമയൊക്കെ കാളവണ്ടിയിലൊക്കെയാണ് പോവുക. വേറെ അവിടെ അമ്മയുടെ ഇല്ലത്തെ തറവാട്ടിലുള്ള ഒരു കാളവണ്ടിയിൽ പോകണമാണ്. അമ്മയ്ക്ക് കാളവണ്ടി പോകണമെന്ന് മോഹമായിട്ട് ഉണ്ണിമാവനോട് പറഞ്ഞിട്ട് കാളവണ്ടിയൊക്കെ ഉണ്ടാക്കിച്ചിട്ട് അതിലാണ് പോവുക. അതിൽ ഇങ്ങോട്ട് കാണാൻ പാടില്ല, അപ്പം തുണിയൊക്കെ ഇടും. അങ്ങോട്ട് 2 ജനൽ പോലെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടാണ് ആൾക്കാർ. അത് ശരി. അപ്പൊ ഡ്രൈവർ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അതായത് കാളവണ്ടി ഓടിക്കുന്ന ആള് കാണാൻ പാടില്ല. സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഒന്നൊന്നും. നമുക്ക് വേറെ പുറത്തേക്കൊന്നും കാണാൻ പാടില്ലല്ലോ. മുത്തശ്ശിമ നന്നായി പഠിച്ചായിരുന്നു കേട്ടിട്ടുണ്ട്. നല്ല പഠിക്കണമെന്ന് മോഹമാണ് അമ്മയ്ക്ക്. എല്ലാത്തിനും മോഹമാണ്, എല്ലാത്തിനും മോഹം. നല്ല രസമായിട്ടുള്ള ഒരു നടത്തത്തിനൊക്കെ നല്ല മോഹമായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഒന്നും പറ്റില്ലല്ലോ. പിന്നെ എപ്പോഴാ മുത്തശ്ശിമ പഠിപ്പ് നിർത്തിയത്? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ പിന്നെ അവര് പറഞ്ഞേച്ചില്ല. അതിലിട്ട് അടച്ചാൽ പിന്നെ എങ്ങനെ പോവുക? അപ്പൊ കുറെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം. എത്ര സ്വാതന്ത്ര്യം ബഹളം ഉണ്ടായിണ്ടാവൂലേ. എന്താന്ന് സ്വർഗാണ് ഇന്നത്തെ ആൾക്കാർക്ക്. അതെ, ശരിക്കും എത്ര സുഖാന്ന്. എന്താ വല്ലതും. അവിടെ മുത്തശ്ശിമ എന്നാ കല്യാണം കഴിച്ചു കൊടുത്തതൊക്കെ? എന്നാ 17 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു. 17 വയസ്സ്. 24 വയസ്സേ ഉള്ളൂ. മുത്തശ്ശനും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റിയാണ് അന്നൊക്കെ, അതിന് പഠിക്കായിരുന്നു. അപ്പോഴാണ് വെളി കഴിക്കണം പറഞ്ഞ. അച്ഛന് താല്പര്യം കഷ്ടി തന്നെയായിരുന്നു. എന്നാലും പിന്നെ അന്നൊക്കെ ഏട്ടന്മാര് പറഞ്ഞാൽ കേൾക്കാണ്ട് വയ്യല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചതാണ്. പിന്നെ അതിന് പരീക്ഷ തോൽക്കുകയും ചെയ്തു. പിന്നെയൊക്കെ ഒരു പഠിപ്പൊക്കെ ഒരു കണക്കായി. ഞാൻ കഴിഞ്ഞാൽ പിന്നെന്താ. അന്നത്തെ ഒരു കാലല്ലേ ശരിക്കും. അന്നത്തെ കാലമൊക്കെ ഭയങ്കര ദുരിതം പിടിച്ച കാലമാണ്. സ്ത്രീകൾക്ക് ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലേ. അയ്യോ, അവർക്കൊന്നും ആരും കാണാനും ഇതൊന്നും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. എന്തായാലും ഇത് ഭയങ്കര ഫീൽ ചെയ്തു ആ വരികള് അല്ലെ. നമുക്ക് സങ്കടം വരും കേട്ടോ. അമ്മ എപ്പോഴും പാടുന്ന പാട്ടാത്. അമ്മ അത് പറയും. അത് മുത്തശ്ശിമയ്ക്ക് അധികം സങ്കടം ഉണ്ടല്ലോ. അമ്മ എപ്പോഴും പാടും അവിടെ മുത്തശ്ശിമ പറയുന്നത്. ഞാൻ തന്നെ അതിരുന്ന് പാടി എനിക്ക് പോകാൻ പറ്റാഞ്ഞപ്പോഴാണ് ആ പാട്ടിന്റെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട്. പാവം. ഭയങ്കര കഷ്ടമാണ്. അന്നത്തെ കാലത്തൊന്നും ജനിച്ചില്ലല്ലോ എന്ന് വിചാരിക്കണ്ടേ. പക്ഷെ പിന്നെന്താന്ന് വെച്ചാൽ എൻ്റെ കാലത്തും അതെ. നമുക്കും ഇപ്പോൾ അത് മുഴുവനൊന്നും അന്ന് പഠിക്കാത്തോണ്ടും ഉണ്ടാവും എന്നെ വേഗം കല്യാണം കഴിപ്പിച്ചു വിട്ടു. പഠിക്കണൊന്നും ഇല്ലല്ലോ. അതെ. ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അതെ, പഠിച്ചേർന്നെങ്കിൽ അതൊക്കെ ആലോചിച്ച ഞങ്ങൾക്കൊക്കെ എന്തൊരു ഭാഗ്യം. അതൊക്കെ കാരണവന്മാര് പറഞ്ഞത് കേൾക്കുക. അന്നതേ നിശ്ചയുള്ളൂ. അതെ. അതൊന്നുമില്ല, എന്നത് കേൾക്കരുതെന്നും കൂടി ഉണ്ട്. അതാണ് ഇപ്പോഴത്തേക്ക് കുട്ടികളുടെ ഒരു കാര്യം. നല്ല സ്വാതന്ത്ര്യം വേണല്ലോ ജീവിതത്തില്. സ്വാതന്ത്ര്യം ഇല്ലേ, ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലയോ. ഒരാള് വന്നാ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കില്ല, അന്നൊക്കെ ഉള്ളിലിരിക്കുള്ളൂ. അതാണേ. ഒട്ടും. നമ്മടെ കല്യാണൊക്കെ മൂടിക്കൊണ്ടല്ലേ ഉണ്ടായിരുന്നു. എന്റെ മൂടിയിട്ടെന്നാ വിചാരിച്ചായിരുന്നു ആദ്യം. പക്ഷെ പിന്നെ അത് എന്താന്നറിയില്ല. പിന്നെ അന്ന് ആദ്യം ഇല്ലത്ത് സാരി ഉടുത്തിട്ട് എന്റെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ശരിക്കും മൂടിക്കൊണ്ടാകുമ്പോ ആ മുഖം മാറ്റുമ്പോഴല്ലേ ചെക്കനെ കാണുള്ളൂ. മുഖദർശനം എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ അപ്പോഴാണ് ഈ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നോക്കൊന്നുമില്ല. അപ്പൊ മുഖത്തേക്കൊക്കെ ഒന്ന് ആ കാലത്തൊക്കെ മടിയാണ് ആൾക്കാർക്ക്. ഒന്നും കാണുമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാ അങ്ങനെ തുറക്കുമ്പോ ആ കണ്ണ് നേരെ ആകുമ്പോ ഒന്നും മൊത്താവൂലോ, അത്രന്നെ ഉള്ളൂ. അല്ലാണ്ട് ഒന്നുമില്ല. എന്തായാലും നന്നായി ഇന്നത്തെ കാലത്ത് ജീവിക്കണത് ഭഗവാനെ. എത്രയോ സ്വാതന്ത്ര്യമല്ലേ. അതെ. കുട്ടികള് പറഞ്ഞല്ലാണ്ട് ഒന്നും ഒരു വരാൻ നീങ്ങാൻ പറ്റില്ല. അതെ.